ഓ, എവിടെയാ? ഒരു വിളിയും പറച്ചിലും ഇല്ലല്ലോ. നിനക്കാ അതില്ലാത്തത്. സുപ്രിയയും പ്രിയയല്ല എന്നും വിളിക്കുന്നുണ്ട്. ആ പിന്നെ നീ അറിഞ്ഞോ, ലക്ഷ്മിപ്രിയയുടെ കല്യാണമായി. അവള് വിളിച്ചിരുന്നു UK വരാൻ. അവൾക്കിനി MD UK പോയി ചെയ്യാലോ. ആ, അവള് പറക്കട്ടെ. പിന്നെ നിന്റെ അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. SM അങ്കിളുടെ ഡ്രസ് സെലക്ഷൻ ഗംഭീരാട്ടോ. എനിക്കും ചേച്ചിക്കും കുറെ ഡ്രസ് കൊണ്ടുവന്നു. കൂട്ടത്തിൽ കൂടുതൽ ചേച്ചിക്കാ. ആ, ചേച്ചിക്ക് IAS ഉള്ളതുകൊണ്ടായിരിക്കും. MBBS കഴിഞ്ഞാലും IAS എടുക്കാന്ന് പറഞ്ഞേക്ക് നിന്റെ അച്ഛനോട്. ഹലോ ഹലോ ഹലോ. ഫുഡ് വിളമ്പ്. ഫുഡും ഇല്ല, ഒരു കിഡും ഇല്ല ഇവിടെ. എന്താ പറഞ്ഞത്? ഫുഡ് ഇല്ലെന്ന്. വിളമ്പാ എനിക്ക് മനസ്സുമില്ല. ശരി, നീ വിളമ്പണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഓഹോ, ഞാനില്ലാതായ നിങ്ങൾക്ക് വലിയ സന്തോഷമാവുമെന്ന് എനിക്ക് മനസ്സിലായി. അതെ, നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ആ പഴയ മാനേജറുടെ വീട്ടിൽ പോകുന്നേ? ഇടയ്ക്കിടയ്ക്ക് ആര് പോകുന്നു? പോകാറില്ലേ? ഇല്ല, പോകാറില്ല. ദേ, എന്റെ മുമ്പിൽ ഒളിച്ചു കളിയൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്തോന്ന് മനസ്സിലായെന്നാ? നിങ്ങൾക്ക് തെളിവ് വേണോ? വേണോന്ന്. തെളിവോ? എന്ത് തെളിവ്? ആ വീട്ടിൽ ആർദ്ര ഇപ്പം ദേവുവിന്റെ അടുത്ത് വള്ളി പുള്ളി തെറ്റാതെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുന്നത് ഞാൻ കേട്ടതാ. ഓ, ആർദ്ര പറഞ്ഞെന്നോ? അതാണോ ഇത്ര വലിയ കാര്യം? അതെന്താ, അവിടുത്തെ കളക്ടറുമായി പറയാൻ കൊള്ളാത്ത വല്ല ബന്ധമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്, ഉണ്ടാകും, അതെനിക്കറിയാം. ആ ഉണ്ട്. നീ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യ. നിങ്ങൾക്ക് എന്ത് അനാവശ്യം വേണമെങ്കിലും ചെയ്യാല്ലേ. ആരും ചോദിക്കാനും പറയാനും പാടില്ലല്ലോ. എന്റെ അടുത്തുനിന്ന് സകല കാര്യങ്ങളും നിങ്ങൾക്ക് മറച്ചു പിടിക്കണമല്ലേ? നിന്റെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? വെറുതെ മനപ്രയാസം ഉണ്ടാക്കാന്നല്ലാതെ. ഓ, നിങ്ങളുടെ ഒരു പഴയ മാനേജറും അയാളുടെ ഒരു കുടുംബവും. ലോകത്ത് ഒരിടത്തും വേറെ മാനേജർമാരില്ലല്ലോ. ലോകം മുഴുവൻ എനിക്ക് മാനേജർമാരില്ല. അയാൾ മരിച്ചിട്ട് കാലം എത്രയായി? പിന്നെയും ആ കുടുംബവുമായിട്ട് എന്തിനാ ഇത്ര വലിയ ബന്ധം? എനിക്ക് വെറും ഒരു മാനേജർ മാത്രമായിരുന്നില്ല ബാലഗോപാലൻ. പിന്നെ ബാലഗോപാലന് 2 കൊമ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ കൊടുത്തതല്ലാതെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അയാളുടെ കയ്യില്? പണിയെടുത്തതിനുള്ള ശമ്പളം മാത്രമേ ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ അവിടെ കൊണ്ടു കൊടുത്ത ഡ്രസ്സുകളൊക്കെ ഏത് വകയിലാ? എന്താ ഇത്രയ്ക്കങ്ങ് ചിരിക്കാൻ? എടീ, ആ ഡ്രസ്സുകളൊക്കെ മനഃപൂർവ്വം ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തത് തന്നെയാ. എന്തിനാ? ആ പെണ്ണെ ഇനി മുതൽ ഇവിടുത്തെ സബ് കളക്ടറാ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ അനവധി കേസുകൾ ആ ഓഫീസിൽ കിടപ്പുണ്ട്. ആ കേസുകൾ എളുപ്പത്തിൽ തീർപ്പാക്കി എടുക്കണമെങ്കിൽ കണക്കില്ലാതെ കൈക്കൂലി അങ്ങ് കൊടുക്കണം. ഞാൻ പണമായിട്ട് അങ്ങ് കൊടുത്താ ഇപ്പോഴത്തെ ന്യൂജൻ കളക്ടർമാർ അത് സ്വീകരിക്കോ? പിന്നെ സ്വീകരിക്കില്ലേ? സ്വീകരിക്കില്ല. ആ കാര്യം മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ പോയി അവളുടെ അമ്മയെയും മാമനെയും മാമിയെയൊക്കെ ഒന്ന് സോപ്പിട്ട് പരുവാക്കിയിട്ട് നടപ്പാക്കിയ ഒരു കൈക്കൂലി പദ്ധതിയായത്. ഇനി ആ കളക്ടർ പെണ്ണ് നമ്മുടെ കൺസ്ട്രക്ഷനിലോ ക്വാറിയിലോ കൈവയ്ക്കാൻ ശ്രമിച്ചാൽ അത് SM-ന്റേതാണ്, തൊടണ്ട എന്ന് അവളുടെ അമ്മയും മാമനും കൂടി അവളോട് പറഞ്ഞോളും. പിന്നെ അവൾ അതിന് തൊടുകയില്ല. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന സബ് കളക്ടർമാരുണ്ടാക്കിയ തലവേദന നിനക്കറിയാവുന്നതാണല്ലോ. അതുകൊണ്ടാ ഞാൻ ഈ രീതിയിൽ കൈക്കൂലി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണോ? ഇതൊക്കെ എന്നോടൊന്ന് മുൻകൂട്ടി പറഞ്ഞാ പോരായിരുന്നോ? ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചാലേ തൃപ്തിയാവുള്ളൂ. അതെ, ഒരു കാര്യം ഞാനങ്ങ് പറയാം. ഇനി എന്തുണ്ടെങ്കിലും അതെല്ലാം മുൻകൂട്ടി വന്ന് എന്നോട് പറയണം. ഇനി ഞാൻ ഫുഡ് വിളമ്പട്ടെ, വാ. എന്തായാലും സുകുമാരത് എന്നോട് തന്നെ സംസാരിക്കാൻ ഇടവന്നത് ഒരു നിമിത്തമായിട്ട് കരുതിയാൽ മതി.
തന്റെ മകൻ എനിക്കും മകനെ പോലെ തന്നെ അല്ലേടോ. കേട്ടോ വിജയ, സുരേഷ് മേനോനോട് ഇന്നോ ഇന്നലെ തുടങ്ങിയ സൗഹൃദമല്ല, 10-30 വർഷമായി. അതൊരു ചെറിയ കാര്യമല്ല. ആട്ടമേനെ പെണ്ണേതാ? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മോളാ. IAS കാരിയാ. ഇവിടുത്തെ സബ് കളക്ടറുമാണ്. ഓ, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണല്ലോ കാര്യങ്ങള്. കുട്ടിയുടെ അച്ഛൻ എൻ്റെ മാനേജരായിരുന്നു, ബാലഗോപാൽ. എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടേ പുള്ളി തന്നെയായിരുന്നു ആ സ്ഥാനത്ത്. ആള് ഇപ്പൊ ഇല്ല. എന്തായിരുന്നു? ക്യാൻസർ ബാധിച്ചാ മരിച്ചത്. കുടുംബത്തെക്കുറിച്ച് വലിയ വേവലാതിയായിരുന്നു ബാലഗോപാലിന്. 2 പെൺമക്കള്. പഠനം എങ്ങും എത്തിയിട്ടുമില്ല. മരണത്തിന് മുമ്പ് ഒരേ ഒരു കാര്യം അയാൾ എന്നോട് അപേക്ഷിച്ചു, കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോളണമെന്ന്. അതെന്റെ ഉത്തരവാദിത്വമായിട്ട് ഞാനങ്ങ് ഏറ്റെടുത്തു. 2 കുട്ടികളുടെയും പഠനം പൂർത്തിയാക്കിച്ചത് ഞാനാ. മൂത്തവൾ IASഉം ഇളയവൾ MBBSഉം. വലിയ പുണ്യപ്രവൃത്തിയാണ് മേനോൻ ചെയ്തത്. ഇക്കാലത്ത് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അവളുടെ പദവിക്കൊത്ത ബന്ധം ഉണ്ടാവണമെന്നാ എൻ്റെ ആഗ്രഹം. അതുകൂടി നടത്തിയാലേ എൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമാകുള്ളൂ. നമ്മുടെ പയ്യൻ PhD-യാ. വിക്രം സാരാഭായിൽ സീനിയർ സയന്റിസ്റ്റുമാണ്. അതെനിക്കറിയാലോ. എന്തായാലും ഞാൻ അവളുടെ അമ്മയുമായി സംസാരിച്ച് ഒരു ഡേറ്റ് തീരുമാനിച്ച് അങ്ങോട്ട് പറയാം. പെണ്ണ് കാണാൻ ആ ദിവസം അങ്ങ് ചെന്നാ മതി. പയ്യനും കൂടെ സൗകര്യപ്പെട്ട ഒരു ദിവസമായ നന്നായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് സൗകര്യപ്പെടുത്താവുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായ പിന്നെ ഒട്ടും കാലതാമസം വരുത്തേണ്ടതില്ല. സകല കാര്യങ്ങൾക്കും ഞാൻ മുമ്പിൽ നിൽക്കില്ലെങ്കിലും പിന്നിലുണ്ടാവും. ആയിക്കോട്ടെ. ആധികാരികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആരായിരിക്കും? കുട്ടിയുടെ അമ്മാവൻ, ഇവിടുത്തെ സ്റ്റാഫാ. ഞാൻ വിളിക്കാം. നന്ദ, ഒന്നിങ്ങോട്ട് വന്നേ. ആളിപ്പോ ഇങ്ങെത്തും. ആയിക്കോട്ടെ. അയാളുടെ വൈഫും ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാ, IT ഓഫീസർ. അതെയോ? സർ, നിങ്ങളുടെ മരുമോൾക്ക് ഒരു ആലോചന വന്നിരിക്കുക. പയ്യന്റെ അച്ഛനും അമ്മാവനുമാ ഈ ഇരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നന്ദൻ നോക്കിക്കൊള്ളണം. അത് പിന്നെ ഞാനാണല്ലോ അവളുടെ കാരണവര്. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ശരി, വരട്ടെ. ശരി. ശരി ശരി, ഇറങ്ങട്ടെ. നന്ദ, IAS കാരി ആയതുകൊണ്ട് വലിയ വലിയ ആലോചനകൾ വരും. ഈ പയ്യൻ വിക്രം സാരാഭായ് സെന്ററിലെ സയന്റിസ്റ്റാ. കേട്ടിട്ട് വളരെ നല്ല കാര്യമാണല്ലോ സാർ. ഞാനും ബാലഗോപാലും തമ്മിലുള്ള ബന്ധം അറിയാവുന്നവര് സാന്ദ്രയ്ക്കുള്ള ആലോചനകൾ എൻ്റെ അടുത്തേക്ക് ആദ്യം വിടുക. ഇപ്പൊ പോയ സുകുമാരനാണെങ്കിൽ എൻ്റെ ഒരു പഴയ പരിചയക്കാരനാ. ആള് ബിസിനസ്സിൽ അഗ്രഗണ്യനാ. ഒരു IAS ഉണ്ടെന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റു സമ്പത്തൊന്നും ഇല്ലല്ലോ സാർ. IASന് മുമ്പില് സമ്പത്തും മറ്റും വല്ലതും ആണോ? പിന്നൊരു കാര്യം, സ്വത്തുകാരുടെ രീതി അനുസരിച്ച് അവർ ചില ഡിമാൻഡുകൾ പറഞ്ഞേക്കും. കോടികളോ ഡയമണ്ട്സോ ഒക്കെ ഡിമാൻഡ് ചെയ്യുന്നവരുണ്ട്. ഒന്നും കേട്ട് പരിഭ്രമിക്കണ്ട, കേട്ടല്ലോ. അങ്ങനൊക്കെ ചോദിക്കുന്നവരായിരിക്കും സാറേ. അവരും ചോദിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അഥവാ ചോദിച്ചാൽ തന്നെ തടസ്സമൊന്നും പറയാൻ നിൽക്കണ്ട. ആ വക സംഗതികളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ സാറേ, ഞങ്ങൾ അതൊക്കെ തിരിച്ചു തരണ്ടേ? അതിനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ലെന്ന് സാറിന് അറിയില്ലേ? നിങ്ങളുടെ കെൽപ്പിനെ പറ്റി ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ബാലഗോപാലിന്റെ മോള് എന്റെയും മോളാടോ. ആ ഒരു കടപ്പാട് ഞാൻ നിറവേറ്റും. അതിനൊരു തടസ്സം പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ല സാറേ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സാറ് ചെയ്യുന്ന നന്മകൾക്ക് പകരം വയ്ക്കാൻ വേറൊന്നുമില്ലല്ലോ. പെണ്ണ് കാണലിനൊരു തീയതി തീരുമാനിച്ച് അവരെ അറിയിക്കണം. അവരെത്തിക്കോളും. ഒരു കാര്യം കണിശമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാ. എന്താ സാർ? അവിടെ ഒരു കൊച്ചും ജീവിക്കുന്നുണ്ടല്ലോ. എന്താ അതിന്റെ പേര്? മാമാട്ടിന്ന് വിളിക്കുന്ന കേൾക്കാം. ആ കൊച്ചാണെങ്കിൽ സാന്ദ്രയുമായിട്ട് ഒട്ടിപ്പിടിച്ച മാതിരിയാ. സാന്ദ്ര തിരിച്ചു അങ്ങനെ തന്നെയാ. പെണ്ണ് കാണാൻ വരുമ്പോ ആ കൊച്ചിനെ അവിടെ നിന്ന് മാറ്റിയേക്കണം. അല്ലെങ്കിൽ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കല്യാണം കഴിഞ്ഞ് പയ്യന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. വലിയ കഷ്ടം തന്നെ സാറേ സാന്ദ്രയുടെ കാര്യം. ആരോടും ചോദിക്കാതെ കൊച്ചിന്റെ സംരക്ഷണം മുഴുവൻ ഏറ്റെടുത്ത് കളഞ്ഞില്ലേ? കൊച്ചിനെ തട്ടിയെടുക്കാൻ ആരൊക്കെയോ നടക്കുന്നെന്നും പറയുന്നു. ഊരും പേരും അറിയാത്ത കൊച്ചാ. അങ്ങനെയൊക്കെ സംഭവിച്ചൊന്നും വരാം. സാന്ദ്രയ്ക്കാണെങ്കിൽ ഇടം വലം തിരിയാനും ഒക്കുന്നില്ല. ഇപ്പൊ കൊണ്ടുപോയിരിക്കുക അതിനെയും കൂടെ ഓഫീസിലേക്ക്. ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതെല്ലാം നേരെ ആയിക്കോളൂടോ. ബാക്കി കാര്യങ്ങൾ നമുക്കങ്ങ് നീക്കാം. ശരി സാർ.
ചേച്ചി ആ ഒരു വിശേഷമുണ്ട്. എന്താ എന്താ കൊള്ളാവുന്ന ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് സാന്ദ്രയ്ക്ക്. ആഹാ എവിടുന്നാ? SM സാറിന്റെ ഏറ്റവും അടുത്ത ഒരാളുടെ മോനാ. അതെയോ? ആ പാർട്ടിയിൽ നിന്ന് ഓഫീസിൽ വന്നിരുന്നു. നല്ല ഡീസന്റ് ആൾക്കാരാ. നാളെ പെണ്ണ് കാണാൻ കുറച്ചുപേര് ഇങ്ങോട്ട് വരും. അന്തസ്സിന് ചേരും വിധം നമ്മൾ ഇവിടെ ഒരുങ്ങിയിരിക്കണം. അത്ര ചെറിയ കുടുംബക്കാരൊന്നും അല്ല ഈ വരുന്നത്. നമ്മളെ കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കിയെടുക്കണം, എങ്കിലേ സംഗതി നടക്കൂ. ഏയ്, അങ്ങനെയുള്ള ജാടക്കാരൊന്നും അല്ല അവര്. കാര്യങ്ങളൊക്കെ SM സാർ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. SM സാറ് ഇതിൽ ബ്രോക്കർ മാത്രാ. വിവാഹം നടത്തേണ്ടതേ നമ്മളാ. അവരെപ്പോഴാ വരുന്നത് നന്ദ? നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഇങ്ങെത്തും. ചേച്ചി അവളോട് പറയണം നാളെ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന്. അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? കല്യാണ കാര്യമെന്ന് കേട്ടാ ഉടനെ അവള് മുഖം തിരിക്കും. ഓ, അങ്ങനെ മുഖം തിരിച്ചോണ്ടിരുന്നാ പറ്റൂ? കാലാകാലത്തോളം ഒരു കൊച്ചിനെ സഞ്ചിയിലിട്ടോണ്ട് നടക്കാന്നാണോ അവളുടെ വിചാരം? കുടുംബത്തിൽ പിറന്നവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ചേച്ചി, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ കുഞ്ഞിന്റെ കാര്യമാണ്. പെണ്ണ് കാണാൻ വരുന്നവരുടെ കണ്ണിൽ ആ കൊച്ചു പെടരുത്. എവിടേക്കെങ്കിലും അതിനൊന്ന് മാറ്റണം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതെങ്കിലും മുറിയിലിട്ടങ്ങ് പൂട്ടിയേക്കണം. അതൊക്കെ നടപ്പുള്ള കാര്യമാണോ? നടക്കണം, അല്ലെങ്കിൽ നടത്തണം. അല്ലാണ്ട് എങ്ങനെ? ചേച്ചി അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ചേച്ചി ചെല്ല്. ആ പറയൂ. നോ, അത് പറ്റില്ല. ആ ഫയലുകളെല്ലാം എടുത്ത് ടേബിളിൽ വെക്ക. ആ വർക്ക് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഫയൽ പരിശോധിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാഞ്ഞാലിച്ചിറയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടാൻ ടെൻഡർ എടുത്തിട്ട് 4 മാസമായിന്നാ. ഇത്ര നാൾ അവർ എന്തെടുക്കായിരുന്നു? വർക്ക് നടക്കുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള ചുമതല തഹസീൽദാർക്കുണ്ട്. അത് തടസ്സപ്പെടുത്തുന്നവരാരാണെന്നും അവരുടെ പരാതി എന്താണെന്നും അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തോ? എങ്കിൽ കോൺട്രാക്ട് എടുത്ത ആള് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാത്ത എന്താ? അതല്ലേ ചെയ്യേണ്ടത്? എങ്കിൽ അക്കാര്യത്തിൽ കൂട്ടായ ചർച്ച ആവശ്യമുണ്ട്. ബ്ലോക്ക് സെക്രട്ടറി, മാഞ്ഞാലി പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് ഓഫീസർ, വില്ലേജ് ഓഫീസർ എല്ലാവരെയും മെയിൽ ചെയ്ത് അറിയിക്കും. നാളെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം ഫിക്സ് ചെയ്യൂ, എന്നിട്ട് എന്നെ വിളിക്കും. എന്താ അമ്മ ഇങ്ങനെ? ഞാൻ സീരിയസ് ആയ ഒരു ഒഫീഷ്യൽ കാര്യം ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എലിയെ പിടിക്കാൻ നടക്കുന്ന പൂച്ചയെ പോലെ പിന്നാലെ പതുങ്ങി നടക്കുന്നത് എന്തിനാ? അത് മോളെ, അമ്മ അതൊന്നും ഓർത്തില്ല. അമ്മയ്ക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെയാ. അമ്മ വിചാരിക്കുന്ന കാര്യങ്ങൾ ആ നിമിഷം നടക്കണം. അമ്മ എന്താ പറയാൻ വന്ന? പറയാൻ വന്നത് മോൾക്ക് പറയമ്മേ. മോക്ക് നാളെ തിരക്കാണോ? തിരക്കാ അമ്മേ, ഭയങ്കര തിരക്കാ. ഞാൻ പറയുന്നത് അമ്മ കേട്ടില്ലേ? സകല ഓഫീസേഴ്സിനെ വിളിച്ചു വരുത്തിയ ഒരു മീറ്റിംഗാ. സബ് കളക്ടർ അത് ലീഡ് ചെയ്യുന്നത്. വലിയ റെസ്പോൺസിബിലിറ്റിയാണമ്മേ. അല്ല, ഓഫീസിലെ കാര്യങ്ങൾ മാത്രം മതിയോ? വീട്ടിലെ കാര്യങ്ങൾക്ക് ആ റെസ്പോൺസിബിലിറ്റി വേണ്ടേ മോളെ? പറയൂ, ഞാൻ എന്ത് റെസ്പോൺസിബിലിറ്റിയാ ഇവിടെ നിർവഹിക്കേണ്ടത്? നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ മോളുടെ വിവാഹം. അവർക്കാർക്കും വേറെ സ്വപ്നം ഒന്നും കാണാൻ വയ്യേ? അമ്മ തമാശയല്ല പറഞ്ഞത്. മോളെ കാണാനായിട്ട് നാളെ ഒരു കൂട്ടർ ഇവിടെ വരുന്നുണ്ട്. നീ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ആരെ കാണിച്ചു കൊടുക്കാനോ? അതിനിവിടെ ആർദ്രയില്ലേ, അവളെ കാണിച്ചു കൊടുക്ക്. പറയുന്നല്ല, നീ എന്തെങ്കിലും തമാശയായിട്ട് എടുക്കുന്നേ? ദേ, ഇനി എന്റെ സ്വഭാവം മാറുവേ. ഞാൻ ഗൗരവമായിട്ട് തന്നെയാ പറഞ്ഞു. എന്ത് പറഞ്ഞാലും നിനക്കൊരു തട്ടിക്കേറ്റവും തറുതലയാണ്. ഈ അടുത്ത കാലത്തായിട്ട് നിനക്ക് എന്നോട് ഒരു തരി പോലും സ്നേഹമില്ല. നിനക്കെന്തിനും ഏതിനും ദേ ഈ കൊച്ചു മതി. ഇടവും വലവും തിരിയുമ്പോ കൊച്ചു തന്നെ കൊച്ച്. വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാനൊന്നിലും ഇടപെടുന്നുമില്ല. ഓരോരുത്തർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് നടന്നോ. ദേ, പിന്നെ കുറെ അങ്ങ് കഴിയുമ്പോൾ പരാതി പറയാതിരുന്നാ മതി. അമ്മയൊന്നും നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ്. എന്റെ വസുന്ധരയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? പറഞ്ഞട്ടെ. ഓ, എനിക്കൊന്നും പറയാനില്ല. ഏയ്, പെണങ്ങല്ലേ വസുന്ധരാമ്മ, പറയ. മോളെ, ഔദ്യോഗിക കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്നും പറഞ്ഞ് കുടുംബകാര്യങ്ങളൊന്നും മാറ്റിവെക്കരുത്. എന്റെ മോള് നാളത്തെ മീറ്റിംഗ് ഒന്ന് നീട്ടിവെക്കണം. നാളത്തെ പെണ്ണ് കാണൽ ഫിക്സ് ചെയ്ത് പോയതാ. അത് മാറ്റിവെക്കാൻ പറയുന്നത് അവരോടുള്ള മര്യാദ കേടല്ലേ? അതുകൊണ്ട് മോൾ അമ്മയോടൊന്ന് സഹകരിക്ക്. നിനക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമല്ലേ.
അവരോട് വരാൻ നമ്മൾ പറഞ്ഞു പോയില്ലേ? അവരൊന്ന് വന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. ശരി, ഇനി വസുന്ധരാമ്മ വാക്കു മാറ്റിയെന്ന് പറഞ്ഞ് നാളെ ഒരു ഇഷ്യൂ ഉണ്ടാവണ്ട. അവർക്ക് എന്നെയല്ലേ കാണേണ്ടത്, വന്ന് കാണട്ടെ. ചായ കൊടുക്കുന്ന പ്രോഗ്രാം അല്ലേ, ഞാൻ ചായ കൊടുത്തോളാം. ഓ, എന്റെ മോള് അമ്മയുടെ മാനം രക്ഷിച്ചു. അപ്പാമ്മ നാളെ ചായ കൊടുക്കാൻ പോവാ? വിലയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലെന്നും പറഞ്ഞ് വലിയ കടുംപിടുത്തമായിരുന്നു. അവസാനം അത് 100-ൽ അങ്ങ് ഒതുക്കി. 25 ലക്ഷം ടോക്കൺ അഡ്വാൻസ് ആയിട്ടും കൊടുത്തു. അല്ലേട്ടാ, ഹോസ്പിറ്റലിന് ഒരു പുതിയ പേര് വേണ്ടേ? പിന്നെ വേണം. ആ, പേര് ഞാൻ പറയാം, പപ്പി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അതൊന്നും വേണ്ട, ഏട്ടന്റെ പേരിട്ടാ മതി. എന്നാ പിടിച്ചോ, പപ്പൻ പപ്പി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അച്ഛൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ ഒരു ഉഗ്രം പേര് കണ്ടുപിടിച്ചോളാം. കളിയാക്കാൻ വന്നിരിക്കുന്ന ഒരാള്. അച്ഛൻ അസൂയ അമ്മേ, ഞങ്ങൾ ആശുപത്രി നടത്താൻ പോവല്ലേ. അളിയ, ഞാൻ എന്തായാലും അളിയനോട് സഹകരിച്ചിരിക്കും. ദേവും ജോലി ചെയ്യേണ്ട ഹോസ്പിറ്റലല്ലേ, കാശ് വല്ലതും വേണമെങ്കിൽ ചോദിക്കണേ. അക്കാര്യങ്ങളൊക്കെ നമുക്ക് യുക്തം പോലെ ആലോചിച്ച് ചെയ്യാളിയാ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ആ, സമയനിഷ്ഠയുടെ കാര്യത്തിൽ ഞാനൊരു കണിശക്കാരൻ. 10:30 എന്ന് പറഞ്ഞാൽ 10:30. ഇതാണ് എന്റെ മകൻ സുജിത്. ഹലോ ഹലോ, വാ കയറിയിരിക്കാം, വരൂ. അമ്മേ, ദേ അവര് വന്നു. വരൂ. വരൂ, അങ്ങോട്ട് ഇരിക്കാം. വാ ഇരിക്ക്. ഇത് വളരെ പഴക്കമുണ്ടല്ലോ, നല്ല കെട്ടുറപ്പായിരിക്കും. അളിയന്റെ മുത്തച്ഛന്റെ കാലത്തുണ്ടാക്കിയതാ. ഇക്കാലത്ത് ഇതൊക്കെ പൊളിച്ചു വെക്കല ആളുകളുടെ ഹോബി. നല്ല തറവാടികളാന്നാ നന്ദൻ പറഞ്ഞത്. ഇവിടെ തന്നെ അവർ ആലോചനയായിട്ട് വന്നത് നമ്മുടെ ഭാഗ്യമൊന്ന് കരുതിയാ മതി. ചേച്ചി, ചെറുക്കനൊരു പുലിയാട്ടോ. ചേച്ചി അവിടെ പൂച്ചയായി പോരുത്, കേട്ടല്ലോ? ആരാ പുലി ആരാ പുപ്പുലി എന്നൊക്കെ കാണാനിരിക്കുന്നല്ലേ ഉള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആ ചേട്ടനൊരു മുയല. ഈ പുലിയുടെ മുമ്പിൽ നിന്ന് വിറയ്ക്കുമെന്നാ എന്റെ സംശയം. മോളെ, ദാ, നല്ല പ്രസന്നത ഉണ്ടായിരിക്കണം മുഖത്ത്. എല്ലാരും വിഷയണേ. ഞാനല്ലേലും വിഷയം. ഓ, നീ ആരെയും വിഷയണ്ട, ചുമ്മാ ഇവിടെ ഇരുന്നാ മതി. എന്നാ ഞാൻ ആദ്യ ചേച്ചി വിഷയം. ഓ, ഒന്ന് പോടി അവിടുന്ന്. ചെല്ലു മോളെ, കൊണ്ടുകൊടുക്ക. നിക്കേ, ഞാനും വരുന്നു. വാ. എന്താ മോളെ, നീ ഇത് കൊടുത്തില്ലേ? അമ്മേ, മാമാട്ടിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കാണുന്നില്ല. അവള് പാർവതിയുടെ റൂമിൽ കാണും. അതെ ചേച്ചി, അവൾ അങ്ങോട്ടെങ്ങാനും പോയി കാണും. നീ അങ്ങോട്ട് ചെല്ല്, ചടങ്ങ് നടക്കട്ടെ. ഇവിടെ ഇരിക്കും. ഇല്ല, എനിക്ക് അമ്മയുടെ കൂടെ പോണം. നിന്നോട് ഇവിടെ അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ഇരിക്കില്ല, എനിക്ക് അമ്മയെ കാണണം. നീ അങ്ങനെ അമ്മയെ കാണണ്ട. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പണ്ടത്തെ രീതി. ഞങ്ങൾക്ക് ഇപ്പോഴും ആ പഴയ രീതികളോടാ താല്പര്യം. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. പഴയ തറവാട്ടുകാര് ആ മുറകളൊന്നും തെറ്റിക്കില്ല. ആ, കുട്ടിയെ വിളിച്ചാട്ടാ. ചേച്ചി, ചേച്ചി. ഇതാ. അല്ല, കളക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചായ എടുത്ത് ചെറുക്കന് കൊടുക്ക്. എടാ, ആദ്യം സംസാരിക്കേണ്ടത് നീയാ. പേരെന്താണെന്ന് ചോദിക്ക്. എന്റെ പേര് സാന്ദ്ര. ആ, ഇനി നീ നിന്റെ പേര് പറ. ഞാൻ സുജിത്ത്, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റാ. സന്തോഷം. ഏതുവരെ പഠിച്ചു, തൊഴിലെന്താണെന്നും ചോദിക്കേണ്ട കാര്യമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ അങ്ങോട്ട് മാറണോ അതോ നിങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുമോ? വേണ്ട, ഞങ്ങൾ പറയുന്നോളാം. വരൂ. ചെല്ലു മോളെ.
നിക്കടി അവിടെ. നിന്നെ അനുസരണം എന്താ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നന്നായി മാമി. ഞാനും ആലോചിക്കായിരുന്നു ഇവളെങ്ങനെ കൂട്ടണോന്ന്. കൊച്ചാണെങ്കിൽ എന്റെ ബലം ചെറുതൊന്നുമല്ല. എന്റെ ജോലിയുടെ കാര്യത്തില് അങ്ങനെ നിശ്ചിതമായ ഒരു സമയക്രമമൊന്നുമില്ല. 24 മണിക്കൂറും അലേർട്ടായിരിക്കണം. അത് നല്ലതാ. എപ്പോഴും ലൈവായിട്ടിരിക്കുന്നത് ഒരു രസമല്ലേ? പ്രശ്നങ്ങളിൽ ഇടപെട്ടും പ്രോജക്റ്റ് നടപ്പാക്കിയും ഓടി നടപ്പായിരിക്കും പലപ്പോഴും. അതുകൂടാതെ യാത്രകളും. എന്റെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാ. ഒരു സയന്റിസ്റ്റിന് ഡ്യൂട്ടിക്ക് സമയക്രമമൊന്നുമില്ലല്ലോ. ഒഴിവ് സമയം കുറച്ചേ കാണൂ. കൂടിക്കാഴ്ചകൾ അപൂർവമായിരിക്കും എന്ന് ചുരുക്കം അല്ലേ? എന്നോട് അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞേ.